ആ രണ്ട് കരകളും ഉയർത്തി നന്ദിയോടെ പാടിടാം നല്ലവൻ യേശുവിനെ ആർത്തിടാം അവൻ നന്മകൾ യോഗ്യനേശു മാത്രമല്ലോ. നന്ദിയോടെ പാടിടാം വല്ലവൻ യേശുവിനെ ആർത്തിട അവൻ നന്മകൾ യോഗ്യനേശു മാത്രമല്ലോ. ഒരിക്കൽ കൂടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നന്ദിയോടെ പാടിടാം നല്ലവൻ യേശുവിനെ ആർത്തിട അവൻ നന്മകൾ യോഗ്യനേശു മാത്രമല്ലോ. ഇരുകരങ്ങളൊന്ന് ഉയർത്തിക്കേ. കുമ്പിട്ടിടാം ആരാധിക്കാം ലോകം മുഴുവൻ ഘോഷിച്ചിടാം. കുമ്പിട്ടിടാം ആരാധിക്കാം ലോകം മുഴുവൻ ഘോഷിച്ചിടാം. മനസ്സാലെ ഉള്ളവനേ കരുണ സമ്പന്നനേ ഓ മനസ്സാലെ ഉള്ളവനേ കരുണ സമ്പന്നനേ മനസ്സാലെ ഉള്ളവനേ കരുണ. കരങ്ങൾ ഉയർത്തേ. യേശുവേ മനസ്സലിവുള്ള എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റുപറയാ യേശുവിനെ നല്ലവനാകും രക്ഷകനെ. ഏറ്റുപറയാ യേശുവിനെ നല്ലവനാകും രക്ഷകനെ. ദേവാദി ദേവനേ സൈന്യങ്ങളുടെ രാജാവിനെ ഓ ദേവാദി ദേവനേ. രണ്ട് കരങ്ങളും ഉയർത്തി യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരി മതിയായവൻ. Thank you for your wonderful presence, Lord. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്ക് ഇവരോരോരുത്തരും കടന്നു വരട്ടെ. നിന്റെ ആത്മാവിന് ഇവരോരോരുത്തരും വിധേയപ്പെടട്ടെ. ഇവരുടെ ആത്മാക്കൾ ഞങ്ങൾക്ക് തുറന്നിരിക്കട്ടെ. ഇവരുടെ മനസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ ഞങ്ങളിലേക്ക് അങ്ങ് തിരിക്കണമേ. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ ഗ്രഹിക്കാൻ കർത്താവേ, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ പരിവർത്തിക്കണമേ. Lord, we bring healings and miracles and glory
in your name. In the name of Jesus. So we believe miracles are going to flow, healings are going to flow, prophecies are going to flow. This is a day of prophetic move and healing move. Receive your anointing now. Receive your healing now. Thank you, Jesus. Thank you, Jesus. ആമേൻ. ഇരിക്കാം നമുക്ക്. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന മെസ്സേജിന് പേരിട്ടിരിക്കുന്നത് എനിക്ക് നീതിയുടെ സ്വഭാവമുണ്ടെന്നാണ്. എല്ലാവരും പറഞ്ഞേ, ഐ ഹാവ് ദ നേച്ചർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞേ. ഐ ഹാവ് nature of righteousness. നമ്മുടെ എല്ലാം മലയാളികളുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ അകത്തെല്ലാം മതമുണ്ട് എന്ന് പറഞ്ഞേ. ഉറക്കെ പറ, മതം. ക്രിസ്ത്യാനികൾക്കാണ് ഏറ്റവും കൂടുതൽ മതമുള്ളത്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് അറിയാവുന്ന ഏക കാര്യം എന്നായിരുന്നറിയോ? കരയണം, ഉറക്കെ നിലവിളിക്കണം. ഞാൻ ഉറക്ക കരയും നിലവിളിക്കുകയൊക്കെ ചെയ്തു. അത് എഫക്റ്റീവ് ആയിരുന്നു. യെസ്, ഇറ്റ് വാസ് എഫക്റ്റീവ്. പക്ഷെ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്ഥിരമായി അത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ആയെന്നോ ഇല്ലെന്നോ? ഭക്തിയുടെ പരിവേഷം കരച്ചിലാണ്, നിലവിളിയിലാണ്, ശബ്ദം ഉയർത്തലാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. കാരണം എന്നെ പഠിപ്പിച്ച ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ശ്രദ്ധിക്കണേ, കരയുന്നത് കർത്താവ് ശ്രദ്ധിക്കുന്നില്ലെന്ന്. അയ്യോ, അത് ശ്വാസം പോയ കാര്യമോ? എല്ലാ കരച്ചിലും ശ്രദ്ധിക്കുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം, കേട്ടോ. പ്രധാനമായിട്ട് പറയാം, നമുക്ക് അറിയാവുന്ന ഉദാഹരണം പറയാം. ഭൃത്യമായി ഉറക്കെ നിലവിളിച്ചു. എല്ലാവരും പറഞ്ഞ എന്നെ ചെയ്തു? ആര് നിലവിളിച്ചാള്? ഭൃത്യമായി. എന്തായിരുന്നു നിലവിളിച്ച്? ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു. കൂടെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നെ ചെയ്തു നേടിയിരിക്കുന്നേ. അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു. ഞാൻ ആ വാചകം വായിച്ചിട്ട് കണ്ടിന്യൂസ് ആയി പ്രസംഗിക്കുമായിരുന്നു, ഇതുപോലെ മറ്റാരെ നോക്കാതെ നിലവിളിച്ചാൽ ദൈവം നിങ്ങൾക്ക് മറുപടി തരുമെന്ന്. പക്ഷെ ഒരു ദിവസം ആ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായേ, ആ നിലവിളിച്ച ഭർത്യമായ യേശു എൻ്റെ അടുക്കൽ വിളിച്ചു. ശ്രദ്ധിച്ചു കേൾക്കോ? എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പൊ നിലവിളിച്ചത് ദൈവത്തിന് മനസ്സിലായെങ്കിൽ ആ ചോദ്യത്തിന് ആവശ്യമുണ്ടോ? നിലവിളിച്ചത് ദൈവത്തിന് മനസ്സിലായെങ്കിൽ ആ നിലവിളിയുടെ കരച്ചിലെ ബഹളമാണ് യേശുവിനെ നിർത്തിയതെങ്കിൽ ആ ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. നിനക്ക് കാഴ്ച കിട്ടിട്ടെന്ന് പറഞ്ഞാൽ പോരെ. പകരം യേശു കർത്താവ് ചോദിക്കുക, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് അതിൻ്റെ ആഗ്രഹം. അവൻ മറുപടി പറഞ്ഞു, കാഴ്ച കിട്ടണം. അടുത്ത വാചകം ബൈബിൾ പറയുന്നത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് വരട്ടെ. യേശുവിനൊന്നും അറിഞ്ഞുവിടായിരുന്നു. അപ്പൊ യേശുവിനെ നിർത്തിയത് കരച്ചിലല്ലേ? നിശ്ചയമായിട്ടും കരച്ചിലല്ല. പിന്നെ എന്താ യേശുവിനെ നിർത്തിയത്? അവനെ നിർത്തിയത് ഒരു ശബ്ദമാ, ദാവീദ് പുത്രനായ യേശുവേ എന്നുള്ളതാണ്. എന്താ ദാവീദ് പുത്രൻ എന്ന് വിളിക്കാൻ കാരണം? ദാവീദ് പുത്രൻ വരുമ്പോൾ മാത്രം നടക്കുന്നൊരു പ്രത്യേകതയുണ്ട്. അതുവരെ നടക്കാതിരുന്നൊരു കാര്യം, കുരുടന്മാർക്ക് കാഴ്ച കിട്ടും. ഇവന്റെ അകത്ത് എവിടെയോ ഒരു വേർഡിൽ നിന്ന് കേറിയിട്ടുണ്ട്, മിശിഹ വരുമ്പോ അവനാണെങ്കിൽ കുരുടന്മാർക്ക് കാഴ്ച ഉറപ്പാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തതാ? തലമുറകളുടെ ശാപം അവന്റെ കണ്ണിൽ കൊണ്ടുവന്ന കുരുട്ടിനെ മാറ്റാൻ കഴിയുന്ന ഒരുവനാണ് ദാവീദ് പുത്രനെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവൻ ശബ്ദം ഉണ്ടാക്കിയത്. എന്നിട്ട് യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പ്രകടമാക്കണം. അങ്ങനെ പറഞ്ഞു. എങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞു? നിനക്ക് എന്ത് വേണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. അവന്റെ വിശ്വാസം അവൻ സംസാരിച്ചേ. എന്ന് പറഞ്ഞാൽ കരച്ചിലിനേക്കാൾ എഫക്റ്റീവ് ആയിരുന്നത് അവന്റെ അകത്തുണ്ടായിരുന്ന റെവലേഷനും അവന്റെ ചോദ്യമായിരുന്നു അത്ഭുതങ്ങൾക്ക് കാരണമായത്. നിങ്ങൾക്ക് എന്നെ വരാൻ മനസ്സിലായോ? കോംപ്ലിക്കേറ്റഡ് അല്ലല്ലോ ഞാൻ പറയുന്നതല്ലേ. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാ പ്രശ്നം. ഞാൻ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ വിശ്വാസം എന്താ പ്രവർത്തിക്കാതെ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വിശ്വാസം പ്രവർത്തിക്കാത്ത എന്താന്ന്? വിശ്വാസം പ്രവർത്തിക്കാതെ എന്താന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ വിശ്വാസത്തെ പ്രാവർത്തികമാക്കണമെന്ന് എനിക്ക് മനസ്സിലായി.
എങ്ങനെ എൻ്റെ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കാം, ഞാൻ വിശ്വസിക്കുന്നത് സംഭവിപ്പിക്കാം, എങ്ങനെ അത് കൊണ്ടുവരാം എന്നത് ഞാൻ പുസ്തകം നോക്കിയപ്പോൾ മനസ്സിലായി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പാസ്റ്റർ ക്രിസ്ത്യൻ അത് പ്രവർത്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല? അന്ന് ഞങ്ങളുടെ റോൾ മോഡലായ പല ദൈവദാസന്മാരെ നോക്കിയിട്ട് പറയും, അവർക്കത് സംഭവിക്കുന്നുണ്ട്, പക്ഷെ വൈ മീ, എന്തുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല? ഫെയ്ത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ അടുത്തൊരു പോർഷനും കൂടെ മനസ്സിലായി. ആക്ട് ഓൺ ദ വേർഡ്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒന്ന് പറഞ്ഞു, വിശ്വാസത്തെ എന്ത് ചെയ്യണം? ആക്ട് ചെയ്യണം. ഞാനെന്ത് ചെയ്യാൻ തുടങ്ങി? വിശ്വാസം ആക്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് പ്രസംഗം ഓർമ്മയുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ വീണ്ടും പോയി കേൾക്കണം. ആക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു കാര്യം കാണാം, ആക്ട് ചെയ്തെടുത്തെല്ലാം റിസൾട്ടുകൾ ഉണ്ടാകാനായി തുടങ്ങി. അപ്പൊ അടുത്തൊരു ബോധ്യത്തിലേക്ക് വരിക. വിശ്വാസം എനിക്ക് മനസ്സിലായി, ആക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഒരു വടിയും കൂടെ മുന്നോട്ട് പോയി. കോഡ് ഓഫ് കോണ്ടാക്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവമായ ബന്ധത്തിലെ ഒരു കണക്ഷൻ വേണം. അത്ഭുതത്തിലേക്ക് ഒരു കണക്ഷൻ ആവശ്യമോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, കോഡ് ഓഫ് കോണ്ടാക്ട്. അനുമോളങ്ങ് വന്നേ, അവിടെ നിന്നേ, തിരിഞ്ഞു നിന്നേ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒരാൾ തൊട്ടു. അപ്പോ യേശുവേയും എൻ്റെ വിശ്വാസത്തെയും കണക്ട് ചെയ്യുന്ന എന്തോ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. തൊട്ട നിമിഷം യേശുവിന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ ഷർട്ടെ പിടിച്ചു, ജുബ്ബെ പിടിച്ചു. സാധാരണ ആൾ പിടിക്കുമ്പോൾ എനിക്കൊന്നും തോന്നത്തില്ല, പക്ഷെ എങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് എന്തോ തോന്നി. എന്ത് തോന്നി കാണുന്ന നിങ്ങൾക്ക് പറയാമോ? എൻ്റെ ഉള്ളിൽ നിന്നും ദൈവസാന്നിധ്യം അങ്ങോട്ട് ഒഴുകുന്നത് എനിക്ക് മനസ്സിലായി. തൊട്ടത് സാധാരണ ആളുകൾ തൊടുന്ന പോലെയല്ല, അവൻ തൊടുന്നത് ആ ശക്തിയെ എന്നിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലല്ല തൊട്ടതാ. നിനക്ക് ഫെയ്ത്തിനെ ആക്ട് ചെയ്യുമ്പോൾ, ആക്ട് ചെയ്ത ഫെയ്ത്തിനെ ആ അടുത്ത ആളിലേക്ക് എത്തിക്കേണ്ടതിന് ഒരു ട്രാൻസ്ഫറിങ് ചാനൽ വേണം, കോഡ് ഓഫ് കോണ്ടാക്ട് വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്ക, ഞാൻ ഇവളുടെ തലയെ കൈവച്ചു. ഇവിടുത്തെ കോഡ് ഓഫ് കോണ്ടാക്ട് അറിയോ, ചാനൽ അറിയോ, മീഡിയ അറിയോ? എൻ്റെ കൈയാണ്. എന്നിലുള്ളത് ഇവളിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. ഇന്നത്തെ ട്രാൻസ്ഫർ ആകട്ടെ ധാരാളമായിട്ട്. എന്റെ കൂടെ ആണെങ്കിൽ കൈ അടിച്ചു ഒരു ആമേൻ പറഞ്ഞാട്ടെ. ചിലത് ട്രാൻസ്ഫർ ആകുകയാണ്. എന്റെ കൂടെ ആണെങ്കിൽ ഒരു ആമേൻ പറ. അടുത്ത ശബ്ദം ഉയർത്തി പറ ആമേൻ. എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവിന്റെ വസ്ത്രം 19-ാം അധ്യായം 14-ലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. യേശുവിന്റെ വസ്ത്രം ചീട്ടിട്ട ആളുകൾ എടുത്തു. അവര് ആരോ അത് ഇട്ടുകൊണ്ട് നടപ്പുണ്ടായിരുന്നു, പങ്കിട്ടെടുത്തു. വസ്ത്രം ഇട്ട ആൾക്ക് ആർക്കും സൗഖ്യം ഉണ്ടായില്ല. വസ്ത്രം തൊട്ട ആൾക്ക് സൗഖ്യം ഉണ്ടായി, പക്ഷെ വസ്ത്രം ഇട്ടും മേടിച്ചുകൊണ്ട് പോയ ആർക്കും ഉണ്ടായില്ല. വൈ? പത്രോസിന്റെ കയ്യിലുള്ള ഹാൻഡ് കർച്ചീഫ് അത്ഭുതങ്ങൾ ചെയ്തു. വൈ? പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ ആളുകൾ സൗഖ്യമായി. വൈ? കണക്ഷനാണ്. ഫെയ്ത്ത്, ആക്ട്, കോഡ് ഓഫ് കോണ്ടാക്ട് ആൻഡ് എ ചാനൽ. And another thing, we have to know how to receive it. Hallelujah. Amen. Thank you, Jesus. എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എന്താ ചെയ്തു കൂട്ടുന്നതെന്ന്. റിസീവ് ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുന്നത്? റിസീവ്. എനിക്കറിയത്തില്ലായിരുന്നു നീ റിസീവ് എന്ന് പറയുമ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എത്ര അറിയാമായിരുന്നു? I don't know. ഞാൻ വലിയ ദൈവദാസന്മാരെ റിസീവ് യുവർ മിറക്കിൾ ഞാനും എഴുതുന്നോട് പറയാറുണ്ട്. നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? സത്യത്തിൽ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ അത്ഭുതങ്ങൾ അനുഭവിക്കാനായി തുടങ്ങും. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴാണ് സൂപ്പർ നാച്ചുറലി ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ഞാനൊരു ദൈവത്തിന്റെ പുറകെ പോവുകയല്ല ചെയ്യുന്നേ, അവരുടെ രഹസ്യങ്ങളുടെ പുറകെ പോവുക ചെയ്യുന്നേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കൊള്ളാം. എൻ്റെ പുറകിലല്ല, എനിക്ക് ലഭിച്ച രഹസ്യങ്ങളാണ് അത്ഭുതങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത്. Come on church, കൈ അടിച്ചു ആമേൻ പറ. എനിക്ക് ആത്മീയ രഹസ്യങ്ങളെ പങ്കുവയ്ക്കാൻ ആള് വേണ്ടത്.
Let's turn to the word. 1 Timothy chapter 1 verse 8. 1 തിമോത്തിയോസ് 1:8 വാക്യം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ആ വാക്യം വായിക്കാവോ? ന്യായപ്രമാണമോ നീതിമാന്മാർക്കുള്ളതല്ല, നീതിമാനുള്ളതല്ല, അധർമ്മികൾ, അഭക്തർ. ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ വായിക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അണ്ടർസ്റ്റാൻഡിങ് ദ ഫാക്ട് ദാറ്റ് ലോ ഈസ് നോട്ട് എൻ ആക്ട് ഫോർ ദ റൈറ്റസ് പേഴ്സൺ but for the lawless person and rebellious people. ന്യായപ്രമാണം ആർക്കുള്ളതല്ല? നീതിമാനുള്ളതല്ല. എല്ലാവരും പറഞ്ഞേ, ന്യായപ്രമാണം ആർക്കുള്ളതല്ല? നീതിമാനുള്ളതല്ല. പിന്നെ ആർക്കുള്ളതാണ്? പാപിക്കുള്ളതാണ്, അധർമ്മിക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ന്യായപ്രമാണം വേണ്ടേ? എനിക്ക് നിയമങ്ങൾ വേണ്ടേ? ഞാൻ നിയമങ്ങളില്ലാത്ത ആളാണോ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പ്രസംഗത്തിൻ്റെ കംപ്ലീഷൻ ഇന്ന് തീർക്കത്തില്ല, അടുത്ത ആഴ്ചയെ തീർക്കുമെന്ന് വിചാരിക്കാം. അത് തീർക്കുമ്പോഴേ ഇതിൻ്റെ ഉത്തരം ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സിലാകത്തുള്ളൂ. ഒരു പോർഷൻ എനിക്ക് തൊടാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കരുത്. റൈറ്റ്? നമ്മൾ നിയമം അനുസരിക്കാത്തവരല്ല, പക്ഷെ അനുസരിക്കുന്ന വിധമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട് ഞാൻ നീതിമാനാണ്? അവരുടെ കരം ഉയർത്തി കാണിച്ച്. അപ്പൊ വേദപുസ്തകം പറയുന്നത് നീതിമാന് വേണ്ടിയുള്ളതല്ല ന്യായപ്രമാണം. അപ്പൊ എനിക്ക് പ്രമാണം ഇല്ലേ? Let's turn to Philippians chapter 3 verse 9. ഫിലിപ്പിയ ലേഖനം 3:9 വാക്യം എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാകണം. ബൈബിളുമായിട്ടേ വരാവൂ. കയ്യിലെങ്കിൽ എന്തെങ്കിലും ബൈബിളായിട്ട് വരാവൂ. സത്യത്തിൽ പേപ്പറുള്ള ബൈബിളായിരിക്കും നല്ലത്. വരയ്ക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ പേപ്പർ ബൈബിളാണ് വായിക്കുന്നത്. ഇത് വായിക്കാറില്ല. ഇത് ഞാൻ നോട്ടായിട്ട് വരാൻ ഉപയോഗിക്കുന്നതാണ്. കാരണം എനിക്ക് ലഭിച്ച ബോധ്യങ്ങൾ എഴുതി വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ. അല്ലെങ്കിൽ നോട്ട്ബുക്കായിട്ട് വരണം. എനിക്ക് അതിനൊക്കെ സൗകര്യം ഇതാണ്. വാക്യം വായിച്ചും കൂടെ പോകും. അതുകൊണ്ടാണ് സാധിക്കുന്നവർ ബൈബിളുമായിട്ട് വരണം. മടിക്കരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ആവശ്യമില്ലാത്ത കാര്യമോ മെസ്സേജിൻ്റെ ഇടയിൽ നിന്ന് പോവുക. ഞാൻ ദാനിയേൽ ബൈബിൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയോ? ആരും കാണാതെ കൊള്ളിപ്പോവാൻ. ദാനിയേൽ ബൈബിൾ അറിയത്തില്ല, ഇത്ര പോകുന്ന കൊച്ചത്. ഞാൻ എന്നിട്ട് നേരെ പോക്കറ്റ് ഇടും. എവിടെ പോവാ? ഞാൻ പുല്ലൂർ വരെ പോന്നു. ഞാൻ പള്ളി പോവാ, പക്ഷെ പുല്ല് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നേ. ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, ജോണേ നീ പള്ളി പോവാന്ന് പറയാതെ പുല്ലൂർ പോവാന്ന് പറയുന്നത് എന്തിൻ്റെ കാര്യം? പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും കള്ളം പറഞ്ഞിട്ടാണോടാ നീ പോകുന്നത്? പ്രാർത്ഥനയ്ക്ക് പോവുക. ഈ ബൈബിൾ എടുത്തൊന്ന് പുറത്തു പിടിക്കാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിക്കാവോ? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിനെ അപ്പൊ ക്രിസ്തുവിനെ നേടേണ്ടതിനാണ് പൗലോസ് ഈ വാചകം പറയുന്നത്. ലിസൺ ടു മീ. ക്രിസ്തുവിനെ നേടേണ്ടതിനാണ് പൗലോസ് ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാചകം പറയാം, ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച്. വിഷ്ണുവരോ നീങ്ങോരോ. പൗലോസ് ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. രണ്ട് വ്യക്തികളെ, രണ്ട് പ്രമാണങ്ങളെ അവതരിപ്പിക്കുക. ഒന്ന്, ഇത് പഴയ നിയമത്തിൻ്റെ പ്രമാണം, ഇത് പുതിയ നിയമത്തിൻ്റെ പ്രമാണം. വേദപുസ്തകം പറയാം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനെ ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. എല്ലാവരും പറഞ്ഞേ, ന്യായപ്രമാണത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാൾ നീതിമാനാകുന്നത് തൻ്റെ പരിശ്രമം കൊണ്ടാണ്. എല്ലാ കൽപ്പനകളുടെ അനുസരണത്തിലാണ് ഇയാൾ നീതിമാനാകുന്നത്. എന്നാൽ വേദപുസ്തകം തന്നെ പറയുന്നു, ഒരു കൽപ്പനയും ഒരു കൽപ്പനകളുടെ അനുസരണം അസാധ്യമാണ്. എല്ലാം പരിപൂർണമായി ആരും അനുസരിച്ചില്ല. അനുസരിച്ചയാൾ, ഫുൾഫിൽ ചെയ്തയാൾ യേശുവാണ്. അങ്ങോട്ട് പോണ്ട. നോക്കാം, ഇയാൾ നീതിയെ നേടിയത് എങ്ങനെയായിരുന്നു? പരിശ്രമത്താലായിരുന്നു. പക്ഷെ ഇയാൾക്ക് ലഭിച്ച നീതി ഇയാളുടെ പരിശ്രമത്താലല്ല, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നതാണ് ഈ നീതി. നിങ്ങളുടെ കൈ അടിച്ചില്ല, ഒരു ആമേൻ പറഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. ഈ മനുഷ്യന് നീതി ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ്, നല്ലതാകാൻ ശ്രമിച്ചതുകൊണ്ടാണ്, നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഈ മനുഷ്യൻ എന്നിട്ടും നല്ലതാവാൻ പരിപൂർണമായി സാധിച്ചില്ല. അതാണ് ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ നീതി. പക്ഷെ ഈ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു എന്നറിയോ? യേശുവിൽ വിശ്വസിച്ചപ്പോൾ നീതിമാനായി പ്രഖ്യാപിച്ചു. ആര് പ്രഖ്യാപിച്ചു? ദൈവം പ്രഖ്യാപിച്ചു.
അതുകൊണ്ടാണ് വേദപുസ്തകം റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം വിധിക്കുന്നതാ. അപ്പോൾ ഇവൻ ആരാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ നീതി പ്രാപിച്ചയാൾ? എങ്ങനെ നീതി പ്രാപിച്ചു? റോമർക്ക് എഴുതിയ ലേഖനം 3-24 വാക്യം, വിശ്വാസത്താലുള്ള നീതിയാണ് അവൻ പ്രാപിച്ചത്. യേശുവിൽ വിശ്വസിച്ചപ്പോൾ അയാൾക്ക് എന്ത് ലഭിച്ചു? വിശ്വാസത്താലുള്ള നീതി ലഭിച്ചു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, വിശ്വാസത്താലുള്ള നീതി ലഭിച്ചു. വിശ്വാസത്താലുള്ള നീതി ലഭിച്ചു. ഇയാളുടെ കൈകളിൽ എന്തുകൊണ്ട്? ഇപ്പോ വിശ്വാസത്താലുള്ള നീതിയുണ്ട്. ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? പ്രവർത്തിയാലുള്ള നീതിയുണ്ട്. എല്ലാവരും കരമുയർത്തി എന്ന് പറ, ഇയാൾ ഇതിലാണ് ജീവിക്കുന്നത്? പ്രവർത്തിയാൽ. എന്ന് പറഞ്ഞാൽ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നത് നിമിത്തമാണ് ഇയാൾക്ക് നീതി ലഭിക്കുന്നത്. ഇയാൾക്ക് നീതി ലഭിച്ചത് എങ്ങനെയാണ്? യേശുവിലുള്ള വിശ്വാസത്താലാണ്. കൈകളടിക്കാം, ഒരു ആമേൻ പറയാം, ശബ്ദമേറിയ ഹല്ലേലൂയ പറയാം. There's a place of mysteries. ദൈവം ഈ മനുഷ്യനെ നീതി കൊടുത്തപ്പോൾ നമ്മൾ വിചാരിച്ചത് എൻ്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്നത് മാത്രമാണ് എൻ്റെ നീതിയുടെ രഹസ്യം എന്നാണ് ഞാൻ ഗ്രഹിച്ചിരുന്നത്. നോ, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ ഇതേന്തായി? ഇതേ നീതിമാനായി എന്ന് പറഞ്ഞ അഴുക്ക് കളഞ്ഞ നീതിമാൻ. പക്ഷെ അതല്ലായിരുന്നു വേദപുസ്തകം പറഞ്ഞത്. പകരം ദൈവം ഇദ്ദേഹത്തെ നീതീകരിച്ചപ്പോ നീതി എന്ന ദൈവത്തിന്റെ സ്വഭാവം കൂടെയാണ് ദൈവം ഈ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുത്തത്. He received the righteousness of his character of his righteousness. എന്നാൽ ഈ റൈച്ചസ്നെസ് കൊണ്ടാണ് ഇദ്ദേഹം നീതി പിന്നീട് ചെയ്തത്. അതിലേക്ക് പിന്നീട് വരാം. എന്നാൽ ഈ മനുഷ്യന് നീതി ലഭിച്ചതോ ഇദ്ദേഹത്തിന്റെ പരിശ്രമത്താലാണ്. ഈ മനുഷ്യന് നീതി ലഭിച്ചതോ വിശ്വാസത്താലാണ്. എന്താ ലഭിച്ചത്? നീതി എന്ന് പറയുന്നത് എൻ്റെ പഴയ പാപങ്ങൾ കഴുകിക്കളയുക മാത്രമല്ല, നീതിയുടെ സ്വഭാവത്തെ ദൈവം കൊടുത്തു. എന്ന് കൈയടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആളുകൾ ബൈബിൾ എടുത്തിട്ട് പറയുന്നത് ഇത് മുഴുവൻ അനുസരിക്കാൻ ആരെ കൊണ്ട് ഒക്കത്തില്ലെന്ന്? നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യമാണ്. ഈ പുസ്തകത്തിലൂടെ മുഴുവൻ അനുസരിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നീതിമാന്മാർ ഒരുത്തൻ പോലും ഇല്ല, ആരെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് നമ്മൾ ഈ ലോകം പറയുന്നത് കേട്ട് ഒന്നാണ്, ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നീതിമാനായി ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ഒരു ഗുഡ് ന്യൂസ് അവതരിപ്പിക്കുക. ആരെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അയാൾക്ക് ഞാൻ എൻ്റെ നീതിയെ കൊടുക്കാം. അതുകൊണ്ട് എന്താ ഗുണം? എങ്ങനെയാ ദൈവ നീതിയെ കൊടുത്തത്? ശ്രദ്ധിക്കൂ, ദൈവ നീതിയെ കൊടുത്തത് ഈ മനുഷ്യൻ യേശുവിലേക്ക് വന്നപ്പോ ഒരു എക്സ്ചേഞ്ച് കാൽവറിയിൽ നടത്തി. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ എല്ലാ അഴുക്ക് സ്വഭാവവും ദൈവം എടുത്തിട്ട് അവന്റെ സ്വഭാവം അങ്ങോട്ട് കൈമാറ്റം ചെയ്തു കൊടുത്തു. ആമേൻ. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എനിക്ക് എന്ത് കടന്ന് ലഭിക്കപ്പെട്ടു? ദൈവത്തിൻ്റെ നീതിയുടെ സ്വഭാവം. ആരുടെ സ്വഭാവം? ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം എനിക്ക് ലഭിച്ച ദിവസമായിരുന്നു ദൈവത്തിൽ വിശ്വസിച്ച ദിവസം. Can I ask a question? നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ദിവസം ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടിയോ? അയ്യോ, ഇറ്റ് ഈസ് അൺഇമാജിനബിൾ തിങ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വസിച്ച ദിവസം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വഭാവം കിട്ടിയോ? നിങ്ങൾ പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിങ്ങളുടെ തലയിലേക്ക് അത് കയറുന്നില്ല. കാരണം എനിക്ക് കയറാത്തൊരു വാചകം ഞാൻ പറയാം. 1 യോഹന്നാൻ അതിന് 3-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊന്നും പാപം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല കർത്താവേ, ജനിച്ച ഞാൻ പാപം ചെയ്യുന്നുണ്ട്. എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ? ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾ എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. അത് തെറ്റാണ്. ഞങ്ങളൊക്കെ പാപം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ എഴുതി വെച്ചിരിക്കുക, ദൈവത്തിന്റെ വിത്ത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നെന്ന്. വിത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? സീഡ് എന്ന് പറയുന്നത് എന്തുവാ? അവിടെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഫേം എന്നാണ്. പുരുഷന്റെ ബീജം. ഒരു ബീജം ഒരു അണ്ടവുമായി ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നേ. ഒരു ഉദരത്തിൽ ഒരു ബീജം ചെല്ലുമ്പോഴാണ് അവിടെ ജീവൻ ഉണ്ടാകുന്നേ. നല്ല ആമീൻ പറ. ദൈവം പറയുവാ, ഇവൻ യേശുവിൽ ജനിച്ചു കഴിയുമ്പോ ദൈവത്തിന്റെ ബീജം ഇവന്റെ അകത്ത് കയറുമെന്ന്. ആമേൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ഇവന്റെ അകത്ത് ദൈവത്വം ജനിക്കുന്ന ദിവസമാണ് യേശുവിൽ ജനിച്ച ദിവസം.
ഹല്ലേലൂയ. നിങ്ങൾ ആരും കൈയടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. Hallelujah. ദൈവത്തിൽ നിന്നൊന്നുണ്ടായാൽ ദൈവത്തെ പോലിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പന്റെ പേരെന്താടാ? മുകുന്ദൽ നിന്നുണ്ടായതുകൊണ്ട് ഇവൻ ആരെ പോലെ ഇരിക്കുന്നേ? ഉറക്കെ പറ. ഈ സൺ ഓഫ് മുകുന്ദനാണ്. പക്ഷേ അകത്ത് വന്നത് സൺ ഓഫ് മുകുന്ദൻ അല്ല, സൺ ഓഫ് ഗോഡ് ആണ്. ആമേൻ. Come on, church. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഇനി വിശ്വസിച്ചപ്പോൾ അകത്തേക്ക് ഒരു ജീവനുമായി അകത്ത് കയറി. ആരുടെ ജീവനുമായി? ദൈവത്തിന്റെ ജീവനുമായി അകത്ത് കയറി. എന്ന് പറഞ്ഞാൽ ആ ദിവസം മുതൽ ഇയാളുടെ അകത്ത് ദൈവത്തിന്റെ ഫോമുണ്ട്, ദൈവത്തിന്റെ വിത്തുണ്ട്, ദൈവത്തിന്റെ ജീവനുണ്ട്, ദൈവത്തിന്റെ ക്യാരക്ടറുണ്ട്, ദൈവത്തിന്റെ എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ബ്ലഡ് എടുത്താൽ പറയും ഇതാരാ അപ്പനെന്ന്. കാരണം എന്താ? ആ കുഞ്ഞിന്റെ രക്തം അപ്പനെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ആ ജനിച്ച കുഞ്ഞ് അപ്പന്റെ സ്വഭാവം കാണിക്കുമെന്ന്. ഒന്ന് കൈയ്യലടിച്ചു കർത്താവിനൊരു ഹല്ലേലൂയ പറ. ശബ്ദകരത്തിൽ ഹല്ലേലൂയ പറ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറ. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ യേശു ക്രിസ്തുവിൽ വന്നെങ്കിലും ഞാൻ യേശുവിൽ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ ജനനമാണ് എനിക്കുണ്ടായതെന്നോ, ദൈവം എന്നിൽ ജനിച്ചിരിക്കുന്നു എന്നോ നമ്മളെ കൺട്രോൾ ചെയ്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ നേച്ചർ എന്നിൽ വന്നെന്നോ, ദൈവത്തിന്റെ നേച്ചറാണ് എൻ്റെ അകത്തുള്ളതെന്നോ ഞങ്ങൾ ആരും പ്രസംഗിച്ചില്ല. ദൈവത്തിൽ ജനിച്ചിരിക്കുന്ന നിന്നോട് ഞാൻ പറഞ്ഞു പാപം ചെയ്യരുതെന്ന്. ദൈവം ജനിച്ചിരിക്കുന്ന നിന്നോട് ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്യരുതെന്ന്. പാപം ചെയ്യരുതെന്ന് അവൻ കേട്ടതോടുകൂടെ ഇവൻ എന്നാ ചെയ്യാൻ തുടങ്ങി? ഇവൻ വീണ്ടും പരിശ്രമിക്കാൻ തുടങ്ങി പാപം ചെയ്യാതിരിക്കാൻ. പക്ഷെ ഞങ്ങൾ പറയേണ്ടിയിരുന്നത് ഇവനോട് പാപം ഇവൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പറയേണ്ടത്, മോനെ നിന്റെ അകത്ത് ദൈവത്തിന്റെ നേച്ചറുണ്ട്. യു ഹാവ് ദ ഗോഡ്സ് നേച്ചർ, യു ഹാവ് ദ നേച്ചർ ഓഫ് ഗോഡ്, യു ഹാവ് ദ റൈച്ചസ് നേച്ചർ എന്നാണ് പറയേണ്ടിയിരുന്നത്. പ്രവർത്തന ലേഖനം 5:17 വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നവർ. അപ്പൊ നീതിയുടെ സമൃദ്ധി ലഭിക്കുക. ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. For if by the trespasses of one death reigned through one, much more will those who received the abundance of grace. അവിടെ എഴുതിയിരിക്കുന്നുണ്ട് റിസീവ്. എല്ലാവരും പറഞ്ഞേ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ലഭിക്കുന്ന പറഞ്ഞ. റിസീവ് ചെയ്യും ലഭിക്കും രണ്ടും രണ്ടാ. എന്നാ നിങ്ങളത് പറയാത്ത എന്താ? ലഭിക്കുക എന്ന് പറയുന്നു, റിസീവ് ചെയ്യാന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ? ഓ മിണ്ട്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ രണ്ട് വാക്കായി പോയെ? അതിന് കാരണമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം ശ്രദ്ധിക്കൂ. ഒരു വ്യത്യസ്തമായ ഗ്രീക്ക് വേർഡാണ് ലെംബാനോ എന്ന് പറഞ്ഞേ. ലെംബാനോ എന്ന് പറഞ്ഞ അർത്ഥം ഭയങ്കരമാണ്. അനുമോളും വന്നേ, ആ ടാബിങ് കൊണ്ടുവന്നേ അമ്മയുടേത്. കൈ പിടിച്ച് നിൽക്കണേ. ഇവളെനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും തരുന്നേ? ഞാൻ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യുന്നേ? ദിസ് ഇസ് എ വേ ഓഫ് റിസീവ്. ആണോ അല്ലയോ? പറ. പക്ഷെ ലെംബാനോ എന്ന് പറഞ്ഞാൽ അർത്ഥമേ വേറെയാ. എനിക്ക് ഇത് ലഭിക്കാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ചെന്ന് എടുക്കുന്നതിനെയാ ലെംബാനോ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്താണ്? when I know this is for me, what I do, I act on it and go and take it out. That is called lembano. സത്യത്തിൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും റിസീവ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ലെംബാനോ ആണ്. ലെംബാനോ അറിയാവുന്ന ആൾക്കാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുക. അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ത് വേണം? ലെംബാനോ അറിയണം. നമ്മളെല്ലാം എന്ത് ചെയ്തോണ്ടിരിക്കുവോ? ദൈവത്തിന്റെ ഒരു അനുഗ്രഹം താത്തില്ല. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം ഗോ ആൻഡ് ടേക്ക് ആണ്, ലെംബാനോയാണ് ദൈവം വെച്ചിരിക്കുക. അതെന്താ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നേ? ഇറ്റ്സ് എ മിസ്റ്ററി. തുടണ്ടല്ലോ.
ഇറ്റ്സ് എ മിസ്റ്ററി. ദൈവം എന്തുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്? അല്ല എങ്കിൽ ചിലർക്ക് ദൈവം കൊടുത്തു എന്നും ചിലർക്ക് ദൈവം കിട്ടിയില്ല എന്നൊക്കെ നിങ്ങൾ പറയും. സ്വർഗം വെച്ചിരിക്കുക, എല്ലാവർക്കും വെച്ചിരിക്കുവോ? ലെമ്പാനോ ആർക്ക് വേണേലും വന്നെടുക്കാം. ആമേൻ. ഹല്ലേലൂയ. ഈ പകൽ ചിലരെടുക്കുന്നവരാകട്ടെ, 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 ചിലരെടുക്കുന്നവരാകട്ടെ. എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ ഇവന്റെ പാപത്തെ ഉപേക്ഷിക്കുമ്പോ സ്വർഗ്ഗം എന്നോട് പറഞ്ഞേ, റിസീവ് ലംബാനോ, റിസീവ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. പറ, റിസീവ് ലംബാനോ. എന്തിനാ ലംബാനോ ചെയ്യേണ്ടതാ? The nature of God. Calvary is the place of exchange. When you exchange your nature, you have to take God's nature for you. That is called exchange. That is called lambano. Receive it. Hallelujah. എൻ്റെ ഉപതി ഒരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സർക്കിളിൽ ദൈവശക്തി കാണാം കേട്ടോ. നിൽക്കാൻ പറ്റി നിന്നോ? കർത്താവിന്റെ ചടങ്ങ് നിന്നെ തെളിക്കുന്ന എനിക്ക് കാണാം. കൈയടിച്ചൊരു ആമേൻ പറ. The power is going to move now. Ha 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 ha. Randana kasakaba. Randana. ഈ പകൽ ചിലതിനെ റിസീവ് ചെയ്യുന്നത് എനിക്ക് കാണാം. ചിലതിനെ റിസീവ് ചെയ്യുന്നത് കാണാം. ചിലതിനെ റിസീവ് ചെയ്യുന്നത് കാണാം. Now the anointing, now the anointing. Thank you Holy Spirit. Thank you Holy Spirit. എന്ന് പറഞ്ഞാൽ when നമ്മൾ കർത്താവിലേക്ക് വരുമ്പോ കർത്താവ് എൻ്റെ പഴയതെടുത്തിട്ട് എനിക്ക് എന്ത് തരുവോ? പുതിയ തരുവോ? പക്ഷെ ആരാണോ അതിനെ ഗ്രഹിച്ച് റിസീവ് ചെയ്യുന്നത് അവരിൽ അത് മാനിഫെസ്റ്റഡ് ആകുന്നതാ. Got it? ലംബാനോ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ കമ്പാണോ എന്നല്ല, ലംബാനോ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതെങ്കിലും ചോദിച്ചാൽ, ഗ്രീക്ക് വേർഡിൽ ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ലംബാനോ എന്ന്. എൻ്റെ വണ്ടിയുടെ മേളിൽ എഴുതി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു ആളുകൾ. സത്യമായിട്ടും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേർഡ്. Go and receive it. Everything in the New Testament, it is related to lambano. Amen. Receive your finance, receive your blessing, receive your healing, receive your restoration, receive your family, receive your house, receive your job, receive your business. Everything related to lambano. Amen. Lambano. ഈ പഴയ നിയമത്തിൽ ഒരു മനുഷ്യനും എന്തല്ല, നീതിമാനല്ല. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുക? ചിലരെ വിശ്വസിക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്തിരിക്കുക? നീതിമാനാക്കി. കുറച്ചും കൂടെ കയറി പറയട്ടെ. നീതിയുടെ സ്വഭാവം. അത് ആരുടെ സ്വഭാവം? ദൈവത്തിൻ്റെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ നടന്നത് ദൈവത്തിൻ്റെ സ്വഭാവം കൊടുത്ത ദിവസമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, നിനക്കും കിട്ടി ദൈവത്തിന്റെ സ്വഭാവം. നിനക്കും കിട്ടി ദൈവത്തിന്റെ സ്വഭാവം. എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ സ്വഭാവം കിട്ടിയെന്ന്? നോ, നമുക്ക് ആർക്കും അങ്ങനെ തോന്നിയില്ല. പകരം എന്നാ തോന്നിയെന്നറിയോ? എൻ്റെ അപ്പൻ്റെ സ്വഭാവം എനിക്കുണ്ടെന്ന് തോന്നി. അതിൽ നിന്നാണ് എന്നെ രക്ഷിക്കുന്നതെന്ന് തോന്നി. എനിക്ക് കിട്ടിയത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മനോഹരമായൊരു വാചകം പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയല്ല പുതിയതാണത്. പഴയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് അത് വാക്യം നമ്മുടെ തലയിൽ കയറുമ്പോൾ എന്തോ തോന്നുന്നറിയോ? ഇവൻ്റെ ഉള്ളിൽ നിന്ന് സകല അഴുക്കും പോയെന്നാണ്. അല്ലല്ല, ഇവന്റെ പഴയ നേച്ചർ പോയെന്നാണ്. പഴയ സ്വഭാവം പോയിട്ട് ഒരു പുതിയ സ്വഭാവത്ത് കയറിയെന്നാ. I have the nature of God. I have the nature of God. Come on, church, say, I have the nature of God. I have the nature of God. I have the nature of God. Nature of righteousness. ദൈവത്തിന്റെ സ്വഭാവം എൻ്റെ കൂടെ. നിങ്ങൾ എന്തുകൊണ്ടാ ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോയിന്റ് തലേന്ന് മിസ്സാവരുത്? അടുത്തിരിക്കുന്നവരെ തട്ടിയിട്ട് പറ, ഇതുകൊണ്ട് മിസ്സാവരുത്.
ഒരു ട്രൂത്ത് പറയോ? 18 എണ്ണം ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ? തിമോഥെയോസ് 1:8 ന്യായപ്രമാണോ നീതിമാന്മാർക്ക് വേണ്ടിയുള്ളതല്ല, പാപിക്ക് വേണ്ടിയാ. കാരണം ഇത് ദൈവത്തിന്റെ സ്വഭാവം വഹിക്കുന്നയാളാ. ഇയാളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ഉപദേശിക്കേണ്ട പ്ലാനേ ദൈവത്തിനില്ല. ഇവൻ ദൈവത്തിന്റെ ഛായയിലേക്കും സ്വരൂപിലേക്കും തിരിച്ചു വരികയാ. എന്നാൽ ഈ മനുഷ്യൻ പഴയതാണ്. ഇവനെ എന്തെങ്കിലും ഉപദേശിച്ചാൽ ഇവന് നന്നാകാനൊക്കത്തുള്ളൂ. ഹി ഈസ് എ ഓൾഡ് ക്രിയേഷൻ. അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ളത് ഇവന്റെ തലയിലെ പ്രമാണമല്ല. എന്നാൽ ഇവന്റെ തലയിൽ ദൈവത്തിന്റെ പ്രമാണമായിരിക്കുന്നേ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നേച്ചറായിരിക്കുന്നേ. I have the nature of God. Come on, church. I have the nature of God. I have the righteousness. The nature of righteousness. Oh, ഈ ഹോളിനകത്ത് ചിലരുടെ ലൈഫ് 100% ട്രാൻസ്ഫോം ആകുന്നത് കാണാം. Life of righteousness. I have the nature of God. Are you following me? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ എന്തുകൊണ്ടാണ് അവന് ഉപദേശത്തിന്റെ ആവശ്യം? He don't have a nature. But ഇവനോട് എന്തുകൊണ്ട് ഉപദേശത്തിന്റെ ആവശ്യമില്ല? He have the nature of God. ഇനി ഞാൻ പറയുന്ന ഒരു വളരെ വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അപ്പൊ ഇയാൾക്കും ഒരേപോലെ ടെംപ്റ്റേഷൻസ് ഉണ്ടാവുമോ? ഉണ്ടാവും. Listen, how can he overcome it? How can he live in a success way? How? Listen, ഇയാള് നോർമൽ മനുഷ്യനാണ്. ഇയാൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കണ്ണടച്ച് പിടിക്കണം, സ്വയം രക്ഷപ്പെടാൻ നോക്കണം, ശരീരത്തെ അടിമപ്പെടുത്തണം. എൻ്റെ ഭാര്യ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ജോസ് മാസ്റ്റർ കല്യാണം ആലോചിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പെങ്കൊച്ച. ഞാൻ പറഞ്ഞു പെങ്കൊച്ചനെ കാണണം. പുള്ളി ചോദിച്ചു, പാസ്റ്റർ ചോദിച്ചു അതെന്താ? ഞാൻ എന്നെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഞാൻ പെൺപിള്ളേരുടെ തല കൈവയ്ക്കത്തില്ല. കൈവയ്ക്കാത്തതിൻ്റെ കാരണം എന്താ? നോക്കിയാൽ കുഴപ്പമാവും തോന്നി. ഞാൻ അങ്ങോട്ട് നോക്കും, ആ കൊച്ചിങ്ങോട്ട് നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കും, വീണ്ടും കുഴപ്പം. അതുകൊണ്ട് പെൺപിള്ളേരുടെ തല കൈവയ്ക്കുന്നില്ല. അല്ലേ മനസ്സിലാവുന്നു? എന്നെ തന്നെ അടിമയാക്കി വെച്ചിരിക്കുവോ? എന്നിട്ട് രക്ഷപ്പെടുവോ? ആർ യു ലിസണിങ്? നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നോ? ഇയാൾ തൻ്റെ സ്വഭാവത്തെ മറികടക്കണമെങ്കിൽ ഇയാളുടെ പരിശ്രമം ആവശ്യമാണ്. എനിക്ക് തെറ്റായ ആഗ്രഹങ്ങൾ വന്നാൽ ഞാൻ പിറ്റേ ദിവസം ഉപവസിക്കായിരിക്കും. അടിമപ്പെടുത്തുവോ? ലിസൺ ടു മീ. അപ്പൊ ഇയാളെങ്ങനെയാ? എനിക്കും ഉണ്ടല്ലോ ബ്രദറെ ദൈവത്തിന്റെ നേച്ചർ, പക്ഷെ ഇതുവരെ അത് വെളിപ്പെട്ടിട്ടില്ലല്ലോ. ബ്രദറല്ലേ പറഞ്ഞേ, ഒന്ന് നേച്ചർ ഉണ്ടെന്ന് നീ അറിയണം. അറിഞ്ഞാലേ അത് ഉണ്ടാകത്തുള്ളൂ. രക്ഷ എന്ന് പറയുന്നത് മനസ്സിലായപ്പോഴത് ഉണ്ടായി. അതേപോലെ നേച്ചർ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, ദൈവത്തിന്റെ നേച്ചർ ഉണ്ടെന്ന് അറിയണം. രണ്ടാമത് എന്താ അറിയാനെന്നറിയോ? ഈ നേച്ചറും ഈ ബോഡിയുമായി കണക്ട് ചെയ്യാൻ അറിയണം. Most of the people don't know, most of the believers don't know how to connect the flesh with the nature of God. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, how to connect your natural flesh to our nature of God. Flesh. അതെങ്ങനെയാ? Mostly we don't know. I also struggle. How can I connect? I know I am a born again, but I'm still struggling with the sin. So simple. When a sinful situation attracts you or tempts you, what do you need to do? Just stir up your spirit. That means you are activating your spirit to control your whole body. You are allowing the spirit to control your body. നിന്റെ ആത്മാവിനെ നീ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് പകരം നിന്റെ ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യല്ല നമ്മളൊക്കെ ചെയ്യുന്നത്. അയ്യോ ദൈവമേ വീണാൻ വഴിയുണ്ട്, അയ്യോ ദൈവമേ തെറ്റാൻ വഴിയുണ്ട്, ഇത് പറയോ പതിവ്, ഞാൻ ബലഹീനനാപ്പാ തെറ്റി. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ. പക്ഷെ when the temptation come, what I did, shalkara mana kasa rintana mana sili rutini kasa kaba rato norina kala kaba reto lokoro. The supernatural
possess the natural. Amen. Hallelujah. That is the spirit-filled Christian life. Amen. That is called the spirit-filled Christian life. കൈയടിച്ചൊരു ആമേൻ പറ. എന്ന് പറഞ്ഞാൽ ഇയാളുടെ അകത്ത് നേച്ചർ ഉണ്ട്. ഇയാളുടെ അകത്ത് God nature ഉണ്ട്. The nature of righteousness ഉണ്ട്. But when he opened his mouth, it is flows. It is flows. It is empowered. It is empower his body. അടുത്തിരിക്കുന്നവരോട് പറ, connect your body with the Holy Spirit. Connect your body with the Holy Spirit. വേറെ ആളോട് പറ, connect your spirit with the holy body, your body. Connect your spirit with your നിന്റെ ആത്മാവും സ്പിരിറ്റിനെയും ശരീരത്തെയും കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യേണ്ടതിനാ ദൈവം എന്ത് തോന്നുന്നത്? പറ അനിഭാഷി പറ. എനിക്കിത് മനസ്സിലായപ്പോ ഞാൻ ആർത്തു. തുള്ളിച്ചാടി. Do it. Do it. Do it. Activate it. Fire of God, fire of God, fire of God, fire, 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 fire. അടുത്തിരിക്കുന്നവരോട് പറ, temptation may come, but don't worry, activate your spirit. Amen. അടുത്തിരിക്കുന്നവരോട് വികാരപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ വരാം, പക്ഷേ ഭയപ്പെടരുത്. നിന്റെ ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യേ. Know your nature. Activate your nature. Activate your nature. Activate your nature. Raka na bara na ka salaka raba. അടുത്തിരിക്കുന്നവരോട് പറ, when you are facing issues, temptations, don't cry. Activate your spirit. When you are facing issues of your life, don't cry, don't fast. Activate your spirit. Allow the Holy Spirit to possess you. Allow the Holy Spirit to manifest you. Allow the Holy Spirit to your Holy Spirit to manifest through you. That is called the Christian life. Amen. Receive. Live a Christian life. ഈ അന്യഭാഷ എന്ന് പറയുന്ന ആത്മാവ് വരുമ്പോൾ പറയുന്നതിനുള്ളതല്ല, സകലത്തിനെയും ജയിക്കാനുള്ളതാ. എന്താ വരട്ടെ? എന്റെ പ്രതീക്ഷ പറയാം, എന്റെ പ്രതീക്ഷ പറയാം. അങ്ങനെ ഉണ്ടായെന്നല്ല ബൈബിൾ പറയുന്നേ. അവർക്ക് ആർക്കും ഇല്ലാത്തതായിരുന്നു പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുക, ഞാൻ ആ ദാവീദിന്റെ സ്ഥലത്തായിരുന്നു, ഇപ്പൊ എന്നെ ചെയ്തതെന്നറിയോ? That is a way. That is a way. This is a way. നീ എറിയുന്നത് ഗോലിയാത്തിന്റെ നെറ്റിയിലായിരിക്കും. അവൻ പുറകോട്ട് വീഴത്തില്ല, മുന്നോട്ട് വീഴും. Fire of God, fire of God, fire of God, fire of God, fire of God. എനിക്ക് എല്ലാവരും തീ കത്തുന്നത് കാണാൻ കേട്ടോ. തീ 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 തീ. Fire of God, fire of God. Lina na 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 kasalakaroko. Lina na 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 kasalakaroko. You are a new creation. You are a new creation. You are a new creation. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ഒരു നായ്ക്ക് മ്യാവ് എന്ന് പറയാൻ അറിയത്തില്ല, ഒരു പട്ടി പൂച്ചയ്ക്ക് ബാ ബാ എന്നാക്കാൻ കഴിയത്തില്ല, ഒരു അണ്ണാനെ നടക്കാൻ അറിയത്തില്ല, കേറാനേ അറിയത്തുള്ളൂ. നിനക്ക് ദൈവത്തിന്റെ സ്വഭാവമായിട്ട് നടക്കാനേ അറിയൂ. You have the nature of God. 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 I have the nature of God. I have the nature of God. I have the nature of God. Para para para. യേശുവിൽ വിശ്വസിച്ച് ഒന്നും കൂടെ നടന്നു. അറിയാമോ നിങ്ങൾക്ക്? നിന്റെ ആത്മാവും, റോമർ 1 കൊരിന്ത്യർ 6:17, ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ ഒന്നായി. My spirit and God's spirit become one spirit.
അടുത്തിരിക്കുന്നവരോട് പറ, my spirit My spirit and God's spirit become one spirit. Now we are not separated, we are one. My spirit and God's spirit become one spirit. Now we are one, Now we are not two. Come on, sirs, come on, sir. My spirit and God's spirit become one spirit. Now we are one, Now we are one with God. Yes. When you are facing temptations, you have to say, my spirit, My spirit. bara, My God's spirit, spirit, God's we are spirit become one spirit. my spirit My spirit and my God's spirit God's become one spirit, One spirit. become one now. Amen. എന്ന് പറഞ്ഞ ഇവന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായ ദിവസമാണ് യേശുവിനെ വിശ്വസിച്ച ദിവസം. Amen. എന്നിട്ടാണ് ഇവനോട് ഞാൻ പറയുന്നത്, എടാ നീ നന്നാവണം കേട്ടോ എന്ന്. എവിടെ പ്രശ്നമില്ലേ? ഒന്നെങ്കിൽ ഇവന്റെ ഉള്ളിൽ ദൈവമില്ല, അല്ലെങ്കിൽ ഇവന്റെ ഈ പുസ്തകം പറയുന്നത് തെറ്റാണ്. ഇവന്റെ ഉള്ളിൽ ദൈവമുണ്ടോ? Amen. അപ്പോൾ നീ പറയേണ്ട ഉപദേശം, നിന്റെ ഉള്ളിൽ ദൈവമുണ്ടോ മോനെ? ദൈവമുള്ള ഒരാൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് നീ ചെയ്യണമെന്നല്ല, ഇങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ഇതാണ് മോറൽ സ്റ്റാൻഡേർഡ്. കൈയടിച്ചില്ല നിങ്ങൾ, ആരും പറഞ്ഞില്ല, ആമയും പറഞ്ഞില്ല. കുറച്ചും കൂടെ പറയണമെന്നൊക്കെ ഉണ്ട്, അടുത്ത ആഴ്ചയൊക്കെ പറയാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഒരു നല്ല ആമീൻ പറഞ്ഞേ. അതുകൊണ്ട് എഫേഷ്യൻസ് chapter 4 verse 23-24, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാണ് നിങ്ങൾ. Amen. ഒരു പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിന്റെ രൂപത്തെ ധരിച്ചു കൊള്ളുക. കൊളോസ്യ ലേഖനം 3:10. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. Amen. ഹല്ലേലൂയ. Thank you, Jesus. റോമർ ലേഖനം 8:29 എഴുതിയിരിക്കുക, അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. 2 കൊരിന്ത്യർ 3:17, അവന്റെ മുഖമാ കണ്ണാടിയിൽ നോക്കി അതേ തേജസ്സായി രൂപാന്തരപ്പെടുന്നു. യു ആർ ലൈക്ക് ഹിം. ഇവനെ കണ്ടാൽ വിശുദ്ധിയിലും നീതിയിലും ആരെ പോലാണെന്നറിയോ? അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, കെട്ടിയവനാണെങ്കിൽ സൂക്ഷിച്ച് പിടിച്ചോണം. നിങ്ങളെ കണ്ടാൽ നീതിയിലും വിശുദ്ധിയിലും ആരെ പോലെ ഇരിക്കാന്നറിയോ? ദൈവത്തെ പോലെ ഇരിക്കുക. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുവാന്ന്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു. In righteousness and holiness you are created in the same image of God. You are the same image as like God. അവന്റെ ഛായയിലും സ്വരൂപത്തിലും, ആ ഛായയിലും സ്വരൂപത്തിലും. ഇനി രോഗശാന്തി എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരട്ടെ, ഒറ്റ വാക്കില് മോട. Now his blood flowing with the righteousness. Is it true or not? The righteousness is the God's nature. How the nature works? It's life in it. The life of God is the righteousness of God. The righteousness of God is the life of God. It is flowing in your blood, in every cell. That means your cells belong to God and your cells belongs to Him. ഈ സെല്ല് ഓരോന്നും ദൈവത്തിൻ്റെയാ. പിന്നെ എങ്ങനെയാ അതിനകത്ത് ക്യാൻസറാ? പിന്നെ എങ്ങനെയാ അതിനകത്ത് വെള്ളപ്പാണ്ട? My cells belongs to Him. പറയുന്നെങ്കിൽ ചുണയായി കൈ അടിച്ചോണ്ട് രാമീൻ പറ. My cells belongs to Him. My sense belongs to Him. ദൈവത്തിന്റെ നേച്ചർ അതാ. അതെങ്ങനെയാ അവന്റെ നേച്ചർ ഉണ്ടായേ? ജീവൻ കയറി. ആ ജീവനാണ് ഇവന്റെ നേച്ചറിൽ കൊണ്ടുവന്നത്. ആ നേച്ചറാണ് ഇവന്റെ ബ്ലഡിലൂടെ ഒഴുകുന്നത്. പിന്നെ ഏത് ക്യാൻസർ അകത്തോട്ട് കയറാനാ? കേറുന്നെങ്കിൽ ഒരു ആമീൻ പറ. ഇപ്പൊ പുറത്താക്ക രോഗങ്ങളെ, ഇപ്പൊ ചവിട്ടി പുറത്താക്കതിനെ. യേശുവിന്റെ നാമം പറഞ്ഞ് ഇപ്പൊ പുറത്താക്ക. I command the white patches to leave now. Weight 74 കിലോ ആകട്ടെ. Weight 74 കിലോ ആകട്ടെ. I command my all cells to be restored. Restored. Righteousness of God. Righteousness is a nature of God. Righteousness ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവമാണ്. ശ്രദ്ധിക്കൂ, നീതിയെങ്കിൽ വിശുദ്ധിയെങ്കിൽ
വിശ്വാസം ദൈവത്തിന്റെ സ്വഭാവമാ. Amen. പറ. വിശ്വാസം ദൈവത്തിന്റെ സ്വഭാവം. ക്രിയേഷൻ ദൈവത്തിന്റെ സ്വഭാവമാ. Amen. Creation. So when you receive the righteousness of God, you receive all together with God. The faith, miracles, blessings, creations, everything that you need in the universe, you receive with the nature of God. അവസാനിപ്പിക്കട്ടെ. എനിക്ക് മതിയാവുന്നില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടം എനിക്ക് കാര്യം പറയാൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ പ്രസംഗിക്കാൻ തുടങ്ങിയ രോഗശാന്തി എന്ന് വെള്ളത്തിൽ പോയാനെ. അപ്പം എനിക്ക് തോന്നി ഞാൻ പ്രസംഗിക്കുന്നത് ഇത് പറഞ്ഞു തരുന്നത് എനിക്കിഷ്ടം. മറ്റേത് സെക്കൻഡറിയാ. ഇതാരുടെങ്കിലും ഒക്കെ അകത്ത് കയറിയാണ്ടല്ലോ അയാൾ പറയും മാൻ ഓഫ് റൈച്ചസ്. പറ പറ പറ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റെ. എന്റെ കൂടെ പറഞ്ഞേ, ഐ ഹാവ് ദ നേച്ചർ ഓഫ് ഗോഡ്. Nature of God. I am the partaker of the divine nature. I am the partaker of the divine nature. The God, righteousness of God is in me. The nature of righteousness is in me. I am the expression of His righteousness. I am His expression. I am His expression of righteousness. Wherever I go, I radiate with the righteousness. Oh, I shine with the righteousness. Ooh. Wherever I go, I radiate with the righteousness. Say, ഞാൻ എവിടെ ചെന്നാലും എന്നിലിങ്ങ് തിളങ്ങും. തിളക്കമുള്ള I radiate with the righteousness. Come on, church, come on. Say, from today, you will walk how the Lord walk in the earth. From today, you will walk how Jesus walk in the earth. Because you are the small Jesus. I'm walking as not like my father, fleshly father, but I walk like Jesus. Woo. Come on, say. Para. ഞാൻ എൻ്റെ അപ്പനെ പോലെയല്ല നടക്കുന്നത്, ഞാൻ എൻ്റെ യേശുവിനെ പോലെയാണ് നടക്കുന്നത്. എൻ്റെ വർത്തമാനം ആരെ പോലെ ഇരിക്കുന്നു അറിയോ? യേശുവിനെ പോലെ ഇരിക്കും. എൻ്റെ നോട്ടം ആരെ പോലെ ഇരിക്കുന്നു അറിയോ? യേശുവിനെ പോലെ ഇരിക്കും. There is no lust in my eyes. There is no lust in my hands. ആരെങ്കിലും ലസ്റ്റ്ഫുൾ ആയിട്ട് എന്നെ തൊട്ടാൽ അവർക്ക് എർത്തടിക്കും. പറ. ആരെങ്കിലും ലസ്റ്റ്ഫുൾ ആയിട്ട് എന്നെ തൊട്ടാൽ ആ നിമിഷം മുതൽ അവർ കരയാൻ തുടങ്ങും. Something flow from me. I'm His hand. I'm His own. I'm His righteousness. How I can use my hand as a code of contact. So simple. My hand has become God's hand because my hand is hand of righteousness. What do you want? Giftings or understanding? Understanding brings every giftings. Woo. When you flow with understanding, blessing will flow. Blessing will just flow. No one can stop you.